കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചായ വൈകിയില്ലല്ലോ? ഇല്ല. സ്വന്തം വീട്ടിൽ വിരുന്നുകാരനെ പോലെ നിൽക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. ആരുടെ കാര്യം നീ പറയുന്നേ? ഇവിടെ വിരുന്നുകാരൻ്റെതായ സ്പെഷ്യൽ പരിഗണന കിട്ടുന്നുണ്ടെന്നാണോ നീ ഉദ്ദേശിച്ചത്? പപ്പ കളിയാക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ശിവ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറ, എന്നാലല്ലേ പപ്പയ്ക്കും മമ്മിക്കും മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഈ വീട്ടിലെ മൂത്ത മകനാണെന്നാണല്ലോ പറയുന്നത്. പറയുന്നതെന്നോ? എന്താ അങ്ങനെയല്ലേ? അല്ലേ മഞ്ജു? തമാശ കളഞ്ഞാട്ടെ. എന്താ ശിവ നിന്റെ പരാതി? പരാതിയല്ല, ആവശ്യമാ, അവകാശമാ. ഞാൻ പറഞ്ഞു മടുത്തു. പക്ഷെ കേൾക്കുന്നവർക്ക് മടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ പലതവണ പറഞ്ഞിട്ടൊരു തീർപ്പില്ലാത്തത്. എന്താ ശിവ നീ പറയുന്നത്? ഷെയറിന്റെ കാര്യമാണ്. അത് പപ്പ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ? പറഞ്ഞതൊക്കെ അന്തരീക്ഷത്തിൽ അങ്ങ് ലയിച്ചു. വാക്കാലല്ല, റെക്കോർഡിങ്ങിലാണ് എനിക്ക് സ്വത്തുക്കൾ വേണ്ടത്. പല തവണ ഇപ്പൊ ചർച്ചയായല്ലോ. സിദ്ധുവിന്റെ കല്യാണത്തിന് മുമ്പ് ഓഹരി കൊടുക്കാന്ന് പറഞ്ഞതിന് എല്ലാവരും സാക്ഷിയാണല്ലോ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പപ്പ വാക്ക് പാലിക്കണം. എത്രയും പെട്ടെന്ന് എനിക്ക് സ്വത്തുക്കൾ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ സിദ്ധുവിന്റെ വിവാഹം നടക്കില്ല. നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ശിവ, നീ ഇങ്ങനെ അർത്ഥം മുറിച്ചു പറഞ്ഞാൽ എങ്ങനെയാ മോനെ? സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇവിടെ എന്ത് കാര്യം അമ്മ നടന്നിട്ടുള്ളത്? സൗജന്യ ഔദാര്യമൊന്നുമല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. ചോദിക്കാതെ തന്നെ എനിക്ക് അന്തസ്സായിട്ട് തരേണ്ടതാ. അതിന്റെ ലക്ഷണമൊന്നും കാണിക്കാത്തോണ്ടാ ഞാൻ ചോദിക്കേണ്ടി വരുന്നത്. ഞാൻ സുഖമില്ലാതിരിക്കുന്നത് നിനക്കറിയില്ലേ? അതിന്റെ ഇടയിലാണോ സ്വത്ത് ഭാഗിക്കല്? അതിന് പപ്പ മൺവെട്ടിയെടുത്ത് വെട്ടോ മുറിക്കൊന്നും വേണ്ട. രജിസ്റ്റർ ഓഫീസിൽ എല്ലാ പ്രോസസ്സും നടക്കും. ഒന്ന് വന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. സിദ്ധുവിന്റെ കല്യാണത്തിന് മുമ്പ് ഷെയർ തന്നേക്കാമെന്ന് ഞാനൊരു വാക്ക് തന്നെന്ന് കരുതി പിന്നെ അത് എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങിച്ച് അടങ്ങുമെന്ന് വാശി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വാശിയുണ്ട്. എന്തിനാ ഇനി അതിന്റെ പേരിൽ ഒരു സംസാരം? എന്നായാലും മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. എന്നാ പിന്നെ കല്യാണത്തിന് മുമ്പ് അങ്ങ് കൊടുക്കരുതോ? ശുപാർശയും വക്കാലത്തും ഒന്നും വേണ്ട. ഇതിപ്പോ എന്നെ വിശ്വാസമില്ലാത്ത പോലെയല്ലേ ശിവ സംസാരിക്കുന്നത്? ഉടനെ പാർട്ടിഷൻ നടത്താൻ എനിക്ക് മനസ്സില്ല. എന്നാ കല്യാണം നടക്കില്ല, ഞാൻ നടത്തിക്കില്ല. ശിവ, സിദ്ധുവിന്റെ കല്യാണ തീയതി മാറ്റി വെക്കണമെന്ന് ഇവിടെ എല്ലാരും അഭിപ്രായം പറഞ്ഞതാ. അപ്പൊ ഞാനാ പറഞ്ഞത് എന്റെ ആരോഗ്യം നോക്കണ്ട, വിവാഹം 21-ാം തീയതി തന്നെ നടക്കട്ടെ എന്ന്. സ്വത്ത് കിട്ടിയില്ലെങ്കിൽ നീ കല്യാണം നടത്തിക്കില്ലെന്നല്ലേ പറയുന്നത്? ഞാൻ അവന്റെ വിവാഹം നീട്ടിവെക്കുകയാണെങ്കിലോ? എന്താ ഇത്? ഇനി ഒരു മാറ്റമെന്ന് വെച്ചാ ആമിയോടൊക്കെ ഇതെങ്ങനെ പറയും? മഞ്ജുവിന് അതാണ് പ്രശ്നം. മകൻ നിന്ന് വെല്ലുവിളിക്കുന്നൊന്നും പ്രശ്നമല്ല. പപ്പയുടെ നേരെയാണല്ലോ അവൻ വെല്ലുവിണ്ടിയത്. മമ്മിയൊക്കെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. ആരെന്തുദ്ദേശിച്ചാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സിദ്ധുവിന്റെ വിവാഹം 21-ാം തീയതി നടത്തുന്നില്ല. പപ്പ, കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. സമാധാനമായല്ലോ നിനക്ക്? അനുഭവിക്കുന്നത് മുഴുവനും ബാക്കിയുള്ളവരും. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടിങ്? പറഞ്ഞതുപോലൊക്കെ തന്നെ ശിവ ചെയ്തു. ഇങ്ങനെ ഉടക്കിട്ടൊരു സീൻ ഉണ്ടാക്കണമെന്ന് പപ്പ നമ്മളോട് പറഞ്ഞതിന്റെ ഉദ്ദേശം നിനക്ക് പിടികിട്ടിയോ? എങ്ങനെയും സിദ്ധുവിന്റെ കല്യാണം നീട്ടിക്കൊണ്ടു പോണം. എന്നാലത്
പപ്പ ആഗ്രഹിക്കുന്നതായി മമ്മിക്കും മറ്റും തോന്നുകയും ചെയ്യരുത്. പപ്പയുടെ ആ ആഗ്രഹത്തിന് എന്തോ ഒരു കാരണമില്ലേ? അതെനിക്കും ക്ലിയർ ആയിട്ടില്ല. വളരെ കണ്ണിങ് ആയിരിക്കുന്നു പപ്പ. എന്തുകൊണ്ടായിരിക്കും അത്? തനു, 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 തനു. തനു, 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 തനു. തനു,
തനു, അയ്യോ ഇതെന്താ പറ്റിയേ? അയ്യോ തനു, തനു, എടോ എടോ തനു, എടോ എഴുന്നേക്ക്, എടോ എന്താ പറ്റിയേ? തനു, തനു കണ്ണുർക്ക്, തനു, തനു, എടോ തനു, തനു, തനു കണ്ണുർക്കണോ? എടോ കണ്ണുർക്ക്, എടോ ഓക്കെ ആണോ? തനു, എടോ എന്താ പറ്റിയേ? തനു എന്താ പറ്റിയെന്ന് ഒന്ന് എഴുന്നേക്ക്. ക്ഷീണം തോന്നിയപ്പോ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. അടുക്കളയിൽ നിൽക്കുമ്പോ തലയ്ക്ക് നല്ല ഭാരം തോന്നി തുടങ്ങി. ഫിക്സിന് തന്ന ഗുളിക കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാ. അപ്പോഴേക്കും വീണുപോയി. ഇത് അപകടമാണല്ലോ. ഒറ്റയ്ക്കുള്ള താമസം ശരിയാവില്ല. ഇതിനാ പറഞ്ഞത് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോവാൻ. അല്ലെങ്കിൽ സിദ്ധുവിന് ഇവിടെ താമസിക്കാലോ. തനു, ഇപ്പൊ നിനക്ക് സഹായത്തിന് ഒരാളാ വേണ്ടത്. രാത്രിയും പകലും ഇവിടെ നിന്ന് നിന്നെ നോക്കാൻ പറ്റിയ ഒരാളെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. സിദ്ധുവേട്ടന്റെ കാറാണല്ലോ. സിദ്ധുവേട്ടൻ തന്നെയാണല്ലോ ഇത്. ഇതാരെ ഇപ്പോ? അപ്പു, എവിടെ? എന്റെ കാറ് കണ്ടിട്ട് കയറി വന്നതെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാന്? ഇത് തന്നെ അവസരം. അപർണയോട് എല്ലാം തുറന്ന് പറയാൻ ഏറ്റവും യോജിച്ച സമയം ഇതാ. ഇതാകുമ്പോ നമ്മള് 3 പേരിലേ ഉള്ളൂ. ദൈവമായിട്ട് ഉണ്ടാക്കിയ സിറ്റുവേഷൻ ആണ് സിദ്ധു എന്ന് ഞാൻ സംസാരിക്കാം. നിനക്കിതെന്താ? അപർണയ്ക്ക് കാത്തുനിന്ന് ദേഷ്യം വന്നിട്ടുണ്ടാവും. ഞാൻ ചെല്ലട്ടെ? നീന്ന് പോയേ. ചെല്ലു പ്ലീസ്, ഒന്ന് ചെല്ല്. ഞാൻ എവിടെ പോവാനാ? ഞാൻ മുറിയിലുണ്ടാവും. ഒന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. അപ്പുവായിരുന്നോ? അല്ല, എന്നെ കണ്ടിട്ട് എന്തിനാ ഇത്രയും അത്ഭുതം? അതെ, ഇത് നമ്മുടെ ഗസ്റ്റ് ഹൗസാ. അതെന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആണോ? അതല്ല കാര്യം.
ഞാൻ വന്നിട്ട് എത്രയോ സമയമായി. ഈ ബെല്ലടിച്ചിട്ട് വാതിൽ തുറക്കാൻ എന്താ ഇത്രയും ലേറ്റ് ആയത്? അത് അകത്തെന്താ പരിപാടി? എന്തു പരിപാടി? അകത്ത് ക്ലീനിങ് നടക്കുക. അതാ. വേറെ ആരാ ഉള്ളത്? ആര്? അകത്ത് ആരുണ്ടോവൻ? ആരുമില്ല. ഞാനാണെങ്കി ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അതാ. നിക്ക് അങ്ങനെ അങ്ങ് പൊട്ടിയാലോ? ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞാൻ ഈ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഒന്ന് കാണട്ടെ. അപ്പോ അതെ, വേണ്ട. അതെന്താന്ന് വെച്ചാ അതെന്താ? അത് ഇവിടെ മൊത്തത്തിൽ ഡിസോർഡർ ആയി കിടക്കും. അതുകൊണ്ടാ. അതിനിപ്പോ എന്താ? ഞാൻ വിരുന്നുകാരി എങ്ങനെ വേണോ? അത് കൊള്ളാം. നമ്മുടെ കല്യാണം കഴിഞ്ഞ് എപ്പോഴായാലും നമുക്ക് ഇങ്ങോട്ട് വന്ന് താമസിക്കാനുള്ളതല്ലേ? അത് കൊള്ളാം. പക്ഷെ നീ എന്നോട് പിണങ്ങി പോയതല്ലേ? എന്നിട്ട് നീ എന്തിനാ പിന്നെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലോട്ട് വന്ന്? ആഹാ, ഞാനേ എന്റെ MD സിദ്ധാർത്ഥ് നാരായണനോട് പിണങ്ങി എന്നിരിക്കും, അടികൂടി എന്നിരിക്കും. അതിന് താനാരാ മിസ്റ്റർ ചോദിക്കാൻ? സിദ്ധേട്ടാ, ഈ അപ്പോന്ന് കാണട്ടെ. സംഭവം കൊള്ളാം. ആൾ താമസമില്ലാത്ത വീടാണെന്നൊന്നും തോന്നുന്നില്ല. അപ്പോ അത് ഞാൻ ക്ലീൻ ചെയ്യായിരുന്നല്ലോ, അതാ. ഇവിടെ ഫാനിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല തണുപ്പുണ്ട്. അതെ അതെ. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. പക്ഷെ ഇതിൽ ഭയങ്കര പൊടിയാ. അപ്പൊ അതിലോട്ട് കയറി തുമ്മും. അതാ. ആഹാ, ഈ ആട്ടുകെട്ടിലൊക്കെ ആയിട്ട് നല്ല ട്രഡീഷണൽ സ്റ്റൈലിലാണ്. അതെ അതെ, ട്രഡീഷണൽ സ്റ്റൈലാ. സിദ്ധേട്ടാ, എന്താ ഇത്? ഒന്ന് വന്നേ സിദ്ധേട്ടാ. ഇതെന്താ ഇത്? അത് ഞാനൊരു ചായ ഇടാൻ നോക്കിയപ്പോ. എന്നിട്ട് ഈ പാത്രം ഇങ്ങനെ കരിച്ചു വെച്ചിരിക്കുവാണല്ലോ. ഇനി ഇതെന്തിന് കൊള്ളാം? ഇങ്ങനെയാണോ സിദ്ധുവേട്ടാ ചായ ഉണ്ടാക്കുന്നത്? ഇത് നോക്കേ, ഈ സ്റ്റൗ ഒക്കെ കണ്ടോ? ഇത് ഫുള്ള് നശിപ്പിച്ചു വെച്ചിരിക്കുവാ. ഞാനിത് നീ പോയിട്ട് ഞാൻ ക്ലീൻ ചെയ്തോളാം. ഞാൻ പോയിട്ടോ? എന്താ എന്നെ പറഞ്ഞു വിടാൻ ഇത്ര ധൃതി? ഇനി ചുറ്റിക്കളി? അല്ല അപ്പു, എന്താ ഇങ്ങനെയൊക്കെ? ശരി ശരി, മറിക്കേ. എടോ, അതെ, ആകെ പ്രശ്നമായി. അപ്പോ അകത്തേക്ക് ഇടിച്ചു വന്ന് കയറിയിട്ടുണ്ട്. അടുക്കളയിൽ നിൽക്കുവാ. ദേ, അവൾ ഇപ്പൊ ഇങ്ങോട്ട് വരും. ദേ, അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വാ. അപ്പുറം എങ്ങനെ പോയി ഒളിച്ചിരിക്കാം. വാ, എന്റെ കൂടെ വരാൻ. എടോ, അപ്പു കാണാതെ ഞാൻ കൊണ്ടുപോവാം. എടോ, ഒന്ന് എന്തിനാ സിദ്ധു ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? എടോ, അപ്പു വന്ന് നിന്നെ കാണും തനു. കാണട്ടെന്നേ, എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. എടോ, ഇനി ലോകം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ. എടോ, നിനക്ക് അങ്ങനെ പറഞ്ഞാ മതി. നിന്റെ നീ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയാലും അവളെ പേടിച്ച് ഒളിച്ചിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. സിദ്ധേട്ടാ, അവള് വിളിക്കുന്നു. തനു, അവൾ ഇങ്ങോട്ട് വരും. ഒന്ന് വാ. വരട്ടെ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എടോ, സിദ്ധേട്ടാ, 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 സിദ്ധേട്ടാ. ഇത് എവിടെ പോയി? അതെ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയതാ. കിച്ചൺ ഞാൻ കംപ്ലീറ്റ് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു വൃത്തിക്കാര്. ഇങ്ങനെയാണോ വീട് ക്ലീൻ ചെയ്ത് വെക്കുന്നത്? എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പാടില്ലായിരുന്നു? ഓ, അപ്പൊ പിന്നെ MD കാശ് കൊടുക്കണായിരിക്കും. അപ്പോ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയല്ലേ?
സിദ്ധേട്ടൊന്ന് നിക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഒന്ന് കാണട്ടെ. ഈ റൂമിൽ ഞാൻ അതിനിവിടെ കണ്ടില്ല. കാണാൻ മാത്രമൊന്നുമില്ല. അപ്പൊ അതെ, ഈ റൂമിൽ മൊത്തം പൊടിയാ. അതാ. അതെ, അതൊന്നും കുഴപ്പമില്ല. സിദ്ധുവേട്ടനെ പോലെ ഞാൻ കാണട്ടെ. മാറി.